ഒരു പ്രത്യേക കാലയളവിൽ, അതായത് മണ്ഡല മകരവിളക്ക് കാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഓരോ വർഷവും ഉദ്ദേശം 5 കോടിയോളം പേരാണ് ഇവിടെ ദർശനത്തിനെത്തുന്നത്. ഹരിഹരപുത്രനായ അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ദേവനാണ് സ്വാമി അയ്യപ്പൻ. അച്ഛൻ പരമശിവനും അമ്മ മഹാവിഷ്ണുവുമായുള്ള സങ്കല്പം ഭാരതീയ സങ്കല്പത്തിൽ വേറെയില്ല എന്ന് തന്നെ പറയാം. സ്വാമി അയ്യപ്പൻ ഇരിക്കുന്നതാകട്ടെ യോഗബന്ധത്തോടെ ചിന്മുദ്രയോടുകൂടിയാണ്. ഭാരതീയ സങ്കല്പത്തിൽ ഇതുപോലെ അരപ്പട്ട കെട്ടിയ 2 ദേവതാ സങ്കല്പങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. യോഗ ദക്ഷിണാമൂർത്തിയും യോഗ നരസിംഹവുമാണ് ആ ദേവതാ സങ്കല്പങ്ങൾ. യോഗശാസ്ത്രത്തിൽ ഇത്തരം ആസനവിധിയെപ്പറ്റി വിവരിക്കുന്നത് യോഗപട്ടാസനം എന്നാണ്. അനേകകാലം തപസ്സിരിക്കുവാനുള്ള വിശേഷവിധിയായാണ് യോഗപട്ടാസനം പറഞ്ഞിട്ടുള്ളത്. അയ്യപ്പൻ്റെ പൊരുൾ യോഗശാസ്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മനുഷ്യ ശരീരത്തിൽ 72,000 നാഡികളുണ്ട് എന്ന് യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ 3 പരമപ്രധാനമായിട്ടുള്ളതാണ്. ഇത് സുഷുമ്ന, ഇട, പിംഗള എന്നിവയാണ്. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ ഇടാനാഡിയും പുറത്തേക്ക് വിടുമ്പോൾ പിംഗളയും പ്രവർത്തിക്കുന്നു എന്നാണ് പ്രമാണം. പിംഗളാനാഡിയെ പരമശിവനെന്നും ഇടാനാഡിയെ മഹാവിഷ്ണുവെന്നും യോഗശാസ്ത്രത്തിൽ വിളിക്കുന്നു. അച്ഛനായ പരമശിവനും അമ്മയായ മഹാവിഷ്ണുവും ഒന്നുചേരുമ്പോൾ, അതായത് അകത്തേക്കെടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് വിടുന്ന ശ്വാസവും ഒന്നാകുമ്പോൾ സുഷുമ്ന എന്ന മധ്യത്തിലുള്ള നാഡി തുറക്കുന്നു. സുഷുമ്നയുടെ കവാടം തുറന്ന് പ്രാണൻ മുകളിലേക്ക് 5 ആധാരങ്ങളിൽ കൂടി, അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധിചക്രം എന്നിവയിലൂടെ 5 തത്വങ്ങളിൽ പൃഥ്വിതത്വം, ജലതത്വം, അഗ്നിതത്വം, വായുതത്വം, ആകാശതത്വം എന്നിങ്ങനെ ഗമിക്കുമ്പോൾ 5ൻ്റെയും അപ്പനായ അധിപനായ അയ്യപ്പനെ കാണുന്നു എന്നാണ് സങ്കല്പം. എത്ര മനോഹരമാണ് ഈ സങ്കല്പം! അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിലൂടെ നാം കാണുന്നത് പഞ്ചഭൂതങ്ങളെയും ജയിച്ചു കഴിഞ്ഞാൽ, ഒരു ഭക്തൻ അയ്യപ്പനായി കഴിഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും ഒന്നായിത്തീരുന്നതിൻ്റെ പ്രതീകമായ ചിന്മുദ്രയുടെ ദർശനമാണ്. 5 വിരലുകളുള്ള ജീവികളിൽ മനുഷ്യന് മാത്രമേ തള്ളവിരലും ചൂണ്ടുവിരലും യോജിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് മനുഷ്യജീവിതത്തിലൂടെ മാത്രമേ ജീവാത്മാ പരമാത്മാ സംയോഗം, മോക്ഷപ്രാപ്തി സാധ്യമാവുകയുള്ളൂ എന്നതാണ് സാരം. ചിന്മുദ്രയിൽ ഉയർന്നു നിൽക്കുന്ന 3 വിരലുകൾ സൂചിപ്പിക്കുന്നത് ത്രിഗുണങ്ങളെയാണ്. ത്രിഗുണങ്ങൾ എന്നാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിവയാണല്ലോ. ചൂണ്ടുവിരൽ തള്ളവിരലിലേക്ക് ചാഞ്ഞ് അതുമായി യോജിച്ചിരിക്കുന്ന രീതിയാണ് ചിന്മുദ്രയിൽ കാണാനാവുക. ജീവാത്മാവിൻ്റെ പ്രതീകമാണ് ചൂണ്ടുവിരൽ. തള്ളവിരൽ പരമാത്മാവിൻ്റെയും. ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും വിമുക്തമാക്കുമ്പോൾ ജീവാത്മാവ് പരമാത്മാവിൻ്റെ അപരിമേയ സ്വാതന്ത്ര്യത്തിൽ ലയിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു ചിന്മുദ്ര. ജീവാത്മാവും പരമാത്മാവും 2 1 തന്നെ എന്ന് ചിന്മുദ്ര മനസ്സിലാക്കിത്തരുന്നു. അതുതന്നെയാണ് തത്വമസി, അത് നീയാകുന്നു എന്ന പരമതത്വം. കല്ലും മുള്ളും നിറഞ്ഞ മലകൾ താണ്ടിയുള്ള ശബരിമല യാത്രയുടെ ക്ലേശങ്ങളെല്ലാം ആനന്ദമായി പരിവർത്തനം ചെയ്യപ്പെടുന്ന അത്ഭുതമാണ് ലക്ഷോപലക്ഷം തീർത്ഥാടകർക്ക് നിമിഷനേരത്തെ അയ്യപ്പ ദർശനത്തോടെ അനുഭവവേദ്യമാകുന്നത്. ശ്രീകോവിലിൻ്റെ മുന്നിലൂടെ തിടുക്കത്തിൽ കടന്നു പോകുമ്പോൾ ഒരു ഭക്തന് ലഭിക്കുന്ന ഒരു നോക്ക് ദർശനം പോലും ചിന്മുദ്ര ദ്യോതിപ്പിക്കുന്ന പരമമായ ആനന്ദത്തിൻ്റെ ഒരു തഴുകൽ ഭക്തൻ്റെ മനസ്സിനെ കുറേയെങ്കിലും സ്വച്ഛവും സ്വതന്ത്രവുമാക്കുന്നുണ്ട്. അതുതന്നെയാണ് കോടാനുകൂടി ഭക്തജനങ്ങൾ എല്ലാ വർഷവും ശബരീശ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുവാനുള്ള കാരണവും. സ്വാമിയേ ശരണമയ്യപ്പ.